നമുക്കെല്ലാവർക്കും നമ്മുടെ ഓരോ ദിവസവും നന്നായിട്ടിരിക്കണം, നല്ല ഹാപ്പി ആയിട്ടിരിക്കണം, പ്രൊഡക്റ്റീവായിട്ടിരിക്കണം, പ്ലസൻ്റ് ആയിട്ടിരിക്കണം, അങ്ങനെ തന്നെ വിചാരിച്ചിട്ടാണല്ലേ നമ്മൾ ഓരോ ദിവസവും തുടങ്ങുന്നത്. തലേദിവസം കിടന്നുറങ്ങാൻ പോകുമ്പോഴും അങ്ങനെയൊക്കെ ആയിരിക്കട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ഒരു ദിവസം നന്നാക്കിയെടുക്കണമെങ്കിൽ ആ ദിവസത്തിൻ്റെ തുടക്കം നന്നാവണം. ആ ദിവസത്തിൻ്റെ തുടക്കം നന്നാവണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് നന്നായിട്ടിരിക്കണം. അപ്പോൾ എപ്പോഴും നല്ലൊരു ബ്യൂട്ടിഫുൾ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്സ് എടുക്കാം എന്നുള്ള കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. 2 ദിവസത്തെ കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. നല്ലൊരു തിരക്കുള്ള ദിവസമായിരുന്നു ആദ്യത്തെ ദിവസം. അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വൈകുന്നേരം 4 മണി. എനിക്ക് തോന്നുന്നു ചായക്കൊക്കെ ശേഷമാണ് എന്നാൽ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ക്യാമറയൊക്കെ ഒന്ന് തിരിച്ചു വയ്ക്കുന്നത്. വൈകുന്നേരത്തെ ചായയൊക്കെ കഴിഞ്ഞു. പിന്നെ ലഞ്ചിൻ്റെ പാത്രങ്ങൾ തൊട്ട് ക്ലീൻ ആക്കാനുണ്ട്. കിച്ചൺ നീറ്റാക്കി ഇട്ടിട്ടുണ്ട്, പക്ഷേ പാത്രങ്ങൾ പെൻഡിങ് ആണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഈ പാത്രം കഴുകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഓരോന്ന് ചെയ്ത് പിന്നെ സ്പീഡിൽ ചെയ്ത് അതുപോലെ എല്ലാം ഒതുക്കി വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് ചെയ്ത് തീർത്ത് പിന്നെ വീഡിയോസ് കണ്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് എനിക്കിപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു കാര്യമായി. അതെന്ത് കാര്യവും അങ്ങനെയാണല്ലോ അല്ലേ. നമുക്ക് ആദ്യം ചെയ്യുമ്പം നമുക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ നമ്മൾ ചെയ്ത് നമുക്കത് വലിയൊരു പ്രശ്നമില്ലാത്തൊരു ടാസ്ക്കായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊരു ഡിഷ് വാഷർ വാങ്ങണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഇനിയിപ്പം പുതിയ വീട്ടിലോട്ടാണ് നമ്മൾ വാങ്ങുന്നത്. അപ്പോൾ അതുവരെ എന്തായാലും എനിക്ക് അത്യാവശ്യം പാത്രം കഴുകൽ നല്ലപോലെ ഉണ്ടാവും. പിന്നെ അതാ നമ്മുടെ കിഡ്സ് റൂം, വർക്കിംഗ് റൂമിൻ്റെ കണ്ടീഷൻ ഇതാണ്. ബട്ട് അത് ഇനിയിപ്പം ഒതുക്കി വെക്കാനൊക്കെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് നേരം കൂടി ജോലിയുണ്ട്. അതായത് ഒരു 6 മണി വരെയൊക്കെ എന്തായാലും ജോലി കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഞാൻ ജോലിക്ക് ഇരിക്കുന്നു എന്ന് വ്ളോഗിൽ പറയുമ്പോൾ എപ്പോഴും 1-2 കമൻറ്റെങ്കിലും വരലുണ്ട് കേട്ടോ, എന്താണ് ജോലിയെന്ന് ചോദിച്ചിട്ട്. കാര്യം നമ്മൾ വീട്ടിലിരുന്ന് തന്നെയല്ലേ. അപ്പോൾ ഞാൻ IT ജോബാണ് ചെയ്യുന്നത്. ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പം കൊച്ചിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിവിടെ ഫ്ലെക്സിബിൾ ടൈമിംഗ് ആണ്. ജോലികൾ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക്കാണ് മെയിനായിട്ട്. പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 9 to 5:30 എന്നുള്ള ടൈമിംഗ് ആണ്. പക്ഷേ അത്യാവശ്യം ഫ്ലെക്സിബിളാണ്. നമുക്ക് അതല്ലാത്ത സമയത്തും നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അതിനുശേഷം ഞാനും മോളും കൂടി ഒന്ന് പുറത്ത് പോവുകയാണ്. പുറത്ത് മീൻസ് ഡോക്ടറിനെ കാണാനുണ്ട്. സ്കിൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാനും മോനും ഒരു 45 മിനിറ്റ്സെങ്കിലും പഠിക്കാനിരിക്കും. അവൻ്റെ ഹോംവർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവൻ ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനൊക്കെ ആയിട്ട് മാക്സിമം നോക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, അപ്പം ഒന്നും നടക്കാറില്ല. അതല്ലെങ്കിൽ ഹോംവർക്സും ഒക്കെ ആയിട്ട് കുറച്ച് നേരം സ്റ്റഡി ടൈമാണ് കേട്ടോ ഇവിടെ. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത കുറച്ച് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട്. വാട്സാപ്പിലാണ് ഓർഡർ ചെയ്യുന്നത്. അത്യാവശ്യം ബേസിക് സംഭവങ്ങളാണ്. നമ്മുടെ പുട്ടുപൊടി, സവാള, വെളിച്ചെണ്ണ, പഞ്ചസാര, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, മുട്ട, നെയ്യ്, അങ്ങനെ ഒരുവിധം ബേസിക്സ് ആണ്. അപ്പോൾ അത് ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഞാൻ പിന്നെ അത്യാവശ്യം ഉള്ള സംഭവങ്ങളൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുകയാണ്. പൊട്ടിച്ചിടാനൊന്നും നിൽക്കുന്നില്ല. നമ്മളല്ലാണ്ട് എടുത്തു വയ്ക്കില്ലേ, അതിൻ്റെ ഓരോരോ പ്ലേസിലൊക്കെ ആയിട്ട് എടുത്തു വയ്ക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ഞങ്ങൾ ഡോക്ടറിനെ കണ്ടതിന് ശേഷം എനിക്കിഷ്ടമുള്ളൊരു ചെറിയൊരു ഷോപ്പുണ്ട് കേട്ടോ.
ഈ നൈറ്റിയൊക്കെ ഇല്ലേ, അതൊക്കെ ഞാൻ വാങ്ങുന്നത്. നല്ല കോട്ടൺ ഡ്രസ്സുകളുണ്ട്. ചെറിയൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത 1-2 ഡ്രസ്സല്ല, അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുത്തിരുന്നു. അപ്പോൾ കോട്ടൺ നമ്മൾ സ്കേർട്ട്സ് യൂസ് ചെയ്യില്ലേ, അപ്പോൾ അതെനിക്കും മോൾക്കും കൂടിയിട്ട് വേണ്ടിയിട്ട് ഓരോന്ന് വെച്ചിട്ട് എടുത്തു. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റും, അവൾക്ക് ബ്ലൂ ആൻഡ് പിങ്കിൻ്റെ ഷെയ്ഡിലുള്ള ഒരു സ്കേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കോട്ടൺ നൈറ്റി, ഇതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കളറ്. പിന്നെ എടുത്തത് 3 തോർത്ത്, നല്ല ക്വാളിറ്റി തോർത്താണ് കേട്ടോ. അപ്പോൾ അത് പുതിയത് എടുത്തു. പിന്നെ അതാ ഒരു ടോപ്പ്, സ്ലിറ്റില്ലാത്ത മോഡല്, നല്ലൊരു ടോപ്പും കൂടി എടുത്ത്. ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡേ 1 വിശേഷങ്ങൾ. ഇനി നമുക്ക് വേഗം ഡേ 2 പോവാം. അപ്പോൾ നമുക്ക് അടുത്ത ദിവസത്തെ നല്ലൊരു ദിവസം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും നമ്മുടെ മൈൻഡിൽ പല തിരക്കുകളും പല ടെൻഷൻസും എല്ലാം കൊണ്ട് നമ്മുടെ മൈൻഡ് പൊതുവേ നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഇതായിരിക്കും നമ്മൾ കൂടുതലും ചിന്തിക്കുക. നാച്ചുറലി അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ച് പോവുക. അപ്പോൾ കൂടുതലും നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പേർപ്പസ്ലി, അപ്പം അങ്ങനത്തെ ഒരു ആളാണ് നമ്മളെങ്കിൽ, നമുക്കൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ പേർപ്പസ്ലി നമ്മളൊന്ന് ശ്രമിക്കുക അങ്ങനെ അല്ലാതാവാൻ വേണ്ടിയിട്ട്. അതായത് മെഡിറ്റേഷൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർക്കൊരു അലർജിയാണ്, ഇതെങ്ങനെയാണ് മെഡിറ്റേഷൻ, അപ്പോൾ ധ്യാനിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വേറൊന്നും നമ്മൾ ചെയ്യണ്ട. നമ്മുടെ ദിവസത്തിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സമയത്ത് കുറച്ച് നേരം കണ്ണടച്ചിരിക്കാൻ പറ്റുമെങ്കിൽ ആ ബ്രീത്തിങ്ങിൽ ശ്രദ്ധിക്കുക. ഇത്രയും ചെയ്താൽ തന്നെയും അതൊരു മെഡിറ്റേഷൻ തന്നെയാണ്. ഇനിയൊന്നും വേണ്ട, നമ്മുടെ ബാൽക്കണി പോയി ഇരുന്ന് സമാധാനമായിട്ടിരുന്ന് ഒന്ന് കാറ്റ് കൊള്ളാൻ പറ്റുക, പുറത്തോട്ട് നോക്കിയിട്ട് നമ്മുടെ മൊബൈലൊന്നും ഇല്ലാണ്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയാൽ തന്നെയും അതിനെ നമുക്ക് മെഡിറ്റേഷൻ തന്നെ വിളിക്കാം കേട്ടോ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മളെപ്പോഴും കണ്ണാടിയിലൊക്കെ നോക്കുമ്പോഴത്തേനും ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യുക. അതായത് യു ആർ ഗുഡ്, യു ആർ കോൺഫിഡൻറ്റ്. ഇപ്പം മലയാളത്തിലാണെങ്കിൽ ഞാൻ സൂപ്പറാണ്, ഞാൻ അടിപൊളിയാണ്, എന്നെക്കൊണ്ട് എല്ലാം പറ്റും. അങ്ങനെ നമ്മൾ അത് നമുക്ക് ചിലർക്കെങ്കിലും അത് കേൾക്കുമ്പോൾ സില്ലി ആയിട്ട് തോന്നുമെങ്കിലും നമ്മളെ തന്നെ, നമ്മുടെ ചിന്തകളെ എല്ലാം മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞ് ശീലിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെയൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദിവസമൊക്കെ തുടങ്ങുവാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. നമുക്ക് തന്നെ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. നമ്മുടെ നെഗറ്റീവ് ചിന്തകളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള എനർജി തരുന്ന ആൾക്കാരായിട്ടുള്ള കമ്പനി നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ചില ആൾക്കാരുണ്ട് പൊതുവേ എപ്പോഴും എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്ക് അങ്ങനെ പറ്റിയില്ല, ഇങ്ങനെ ഒരു നെഗറ്റീവ് രീതിയിൽ സംസാരിക്കുന്ന ആൾക്കാരിൽ നിന്ന് അങ്ങനെയുള്ള കമ്പനി മാറ്റിയിട്ട് ഇപ്പം നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സ്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നവരും നിനക്ക് പറ്റും അങ്ങനെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ടുള്ള ആ ഒരു അടുപ്പം നമ്മൾ കീപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ തന്നെ നമുക്കും ആ ഒരു എനർജി, ആ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും, അത് നമുക്ക് നല്ലൊരു ദിവസം ഉണ്ടാക്കി മാറ്റാൻ പറ്റും. അങ്ങനെ നല്ലൊരു ദിവസങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരുമ്പോൾ നമ്മുടെ ലൈഫും അടിപൊളിയായിട്ട് മാറും അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്ലീനിങ് നന്നായിട്ട് നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വീണ്ടും ഒന്ന് നന്നായിട്ട് വിരിച്ചിട്ടു. ഇനിയിപ്പം നമ്മുടെ ജോലിക്ക് ശേഷം നമ്മുടെ വർക്ക് സ്പേസ് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി വയ്ക്കും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ മോൻ്റെ പ്ലേസും ഒന്ന് നീറ്റാക്കി വയ്ക്കും. ഡെയിലി നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ വീട് വൃത്തിയിലൊക്കെ എടുക്കുള്ളൂ. വീടല്ല, ഈ റൂം കേട്ടോ, ഈ റൂമിനാണ് ഈ ഒരു പ്രശ്നം മെയിനായിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വീടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക, എടുക്കുന്ന സാധനങ്ങൾ എടുത്തോടുത്ത് തിരിച്ചു വയ്ക്കുക. വീട്ടിൽ പെട്ടെന്ന് എല്ലാ ദിവസവും ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഒന്ന് ഒതുക്കി പറക്കി വയ്ക്കുക. ഒരു ദിവസം ഒരു ലോഡ് ലോണ്ട്രിയെങ്കിലും വാഷ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ തന്നെയും നമ്മുടെ വീട് അത്യാവശ്യം നീറ്റായിട്ടിരിക്കും അല്ലേ. അപ്പോൾ സമയം കിട്ടുന്ന അനുസരിച്ച് ഇതൊക്കെ തന്നെ ഫോളോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ മോൻ അവിടെ ഇരുന്ന് നോട്ട്സ് എഴുതുകയാണ്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട്
ഞാനും മോളും കൂടിയിട്ട് റെഡ് സോസ് പാസ്ത ഉണ്ടാക്കുകയാണ് കേട്ടോ. വൈകുന്നേരം പെട്ടെന്ന് ഉണ്ടാക്കിയ പ്ലാനാണ്. അതുകൊണ്ട് നമ്മുടെ നേരത്തെയുള്ള പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പെട്ടെന്ന് എങ്ങനെയൊക്കെയോ ചെയ്തെടുക്കുകയാണ്. അപ്പം ഞാൻ ഒന്ന് സൂപ്പർവിഷൻ മാത്രമേ ഉള്ളൂ. മെയിനായിട്ട് മോളാണ് ചെയ്യുന്നത്. അവൾ തന്നെയാണ് റെസിപ്പി കണ്ടുപിടിച്ചത്. എനിക്ക് റെസിപ്പി കാര്യമായിട്ട് അറിയത്തൊന്നുമില്ല. അപ്പോൾ അവൾ റെസിപ്പി കണ്ടുപിടിച്ചിട്ട് അതിനാവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ക്വിക്കായിട്ട് ഇതിൻ്റെ ഒരു റെസിപ്പി എൻ്റെ ഓർമ്മയിലുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാസ്ത ആവശ്യത്തിന് വെള്ളമൊക്കെ ഇട്ടിട്ട് ഉപ്പും ഓയിലും ഇട്ടൊന്ന് വേവിക്കുക. പിന്നെ അതുപോലെ നമ്മൾ സവാളയും ടൊമാറ്റോയും പിന്നെ റെഡ് ഉണക്കമുളകും കൂടിയിട്ട് ബട്ടറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലോണം അത് സോട്ടായി കഴിഞ്ഞിട്ട് ചൂടാറി കഴിയുമ്പോഴത്തേനും മിക്സിയിൽ നല്ല പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ പാസ്തയുടെ പണി അവിടെ നടക്കുന്നുണ്ട്. അപ്പോഴത്തേനും മോന് വിശന്നുകൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പാസ്ത റെഡിയാവുമ്പോൾ അതും കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സാമ്പാർ ഉച്ചക്കലത്തെ ഉള്ളതുകൊണ്ട് ദോശയ്ക്ക് സൈഡായിട്ടുണ്ട്, കറിയുണ്ട്. അപ്പം അത് എളുപ്പമായി. അപ്പോൾ ദാ വീണ്ടും പാസ്തയുടെ കുക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണിൻ്റെ കോലം ഒന്നും നോക്കരുത് കേട്ടോ. അത്യാവശ്യം നല്ല മെസ്സി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാനിലോട്ട് ബട്ടർ ഇട്ടിട്ട് പിന്നെ കുറച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതിലോട്ട് നമ്മളുടെ ഈ മറ്റേ എന്താ പറയുക, ഓണിയനും ടൊമാറ്റോ ഒക്കെ അരച്ചൊരു ഗ്രേവി ഉണ്ടല്ലോ, അത് ആഡാക്കും. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത നമ്മളുടെ ഈ ഗ്രേവിനകത്തോട്ട് ആഡ് ചെയ്യും. അപ്പോൾ പാസ്ത കുറച്ച് ആവശ്യത്തിലധികം തന്നെ വേവിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ക്വാണ്ടിറ്റി ഇച്ചിരി കൂടുതലായിരുന്നു. പക്ഷേ അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ട് മാക്സിമം ഇടാൻ തന്നെ പറഞ്ഞു. കാര്യം ചെറിയൊരു ടേസ്റ്റ് ഡിഫറൻസേ വരുള്ളൂ. എങ്കിൽ കൂടിയും നമ്മൾ നെക്സ്റ്റ് ഡേ ഒക്കെ അവൾക്ക് സ്കൂളിലോട്ടും ഇത് തന്നെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോഴത്തേനും ആവശ്യത്തിന് ഉണ്ടാവുമല്ലോ. പിന്നെ ഇതിലോട്ട് കുറച്ച് ക്രീമും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഹെവിയുമാണ്, അത്യാവശ്യം നല്ല ടേസ്റ്റിയായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ നൈറ്റ് ടൈം കിച്ചൺ ക്ലീനിങ് ആണ്. പാത്രങ്ങളൊക്കെ തന്നെ ഞാൻ മാക്സിമം കഴുകി ഒതുക്കി വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഹാബിറ്റ് എന്ന് വെച്ചാൽ ഞാൻ രാത്രി പാത്രങ്ങൾ കഴുകാൻ നല്ല മടിയാവും. പ്രത്യേകിച്ച് ഈ കുട്ടികളെ പഠിത്തം, രണ്ടുപേരെയും കൂടി പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ അതിനാണ് പ്രയോറിറ്റി കൊടുക്കുക. പാത്രം കഴുകി വെച്ചിട്ടില്ലെങ്കിലും അവർ ഉറങ്ങുന്നതിന് മുന്നേ, അവർക്ക് ഉറക്കം വരുന്നതിന് മുന്നേ പഠിപ്പിക്കാനിരിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ മിക്കവാറും മടി വരാറുണ്ട്. പക്ഷേ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് അന്ന് തന്നെ എല്ലാ പാത്രവും കഴുകി കിച്ചൺ നീറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഹാബിറ്റായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. നമുക്ക് മൈൻഡിന് നല്ലൊരു സമാധാനമാണ്. നെക്സ്റ്റ് ഡേക്ക് നമ്മൾ കിച്ചൺ നീറ്റാണ്, പാത്രങ്ങളൊന്നും തന്നെ പെൻഡിങ് ഇല്ല എന്നുള്ളൊരു ഫീലിങ്ങോട് കൂടി എടുക്കാൻ പോകുന്നത്. പിന്നെ അതിൻ്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോഴത്തേനും നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും. അതുപോലെ നമുക്ക് പിന്നെ കിച്ചണിൽ ജോലികൾ ചെയ്യാൻ നല്ലൊരു ഉഷാറായിരിക്കും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും ബിസി ടൈമായിരിക്കും. കുട്ടികളെ സ്കൂളിൽ വിടണം, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അതിന് പോകണം. അപ്പം ഇതിനെല്ലാം കൂടിയിട്ട് ഒരു മെസ്സി കിച്ചണിൽ വന്നിട്ട് പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ആലോചിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ചെയ്യുമ്പോഴും നമുക്കൊരു ഉഷാറുണ്ടാവില്ല. ഇനിയിപ്പോൾ രാവിലെ നമ്മുടെ കൊളായി കഴിഞ്ഞാൽ ഹോൾ ഡേ കൊളാവാൻ അത് മതി. അപ്പം എന്തുകൊണ്ടും ഈ നൈറ്റ് ടൈം കിച്ചൺ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേയുടെ നമ്മുടെ പ്രൊഡക്ടിവിറ്റീനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ മാക്സിമം അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ നൈറ്റ് ടൈം കിച്ചൺ ക്ലീനിങ്ങിൽ ഞാൻ എൻജോയ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൗണ്ടർ ടോപ്പ് നല്ലപോലെ ലാസ്റ്റ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഇപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കിച്ചൺ
ഡിഷ് വാഷ് ലിക്വിഡില്ലേ അതും പിന്നെ അതുപോലെ കംഫർട്ടിൻ്റെ കുറച്ചും കൂടി ആഡ് ചെയ്യും. അപ്പോഴത്തേനും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. മുന്നേ ഞാൻ വിനീഗറാണ് യൂസ് ചെയ്തത്. അപ്പോൾ വിനീഗർ നമ്മുടെ ഈ ഗ്രാനൈറ്റ് പോലെയുള്ള കൗണ്ടർ ടോപ്സിൽ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് ഞാനിതുപോലെ ഒരു വീഡിയോയിൽ കണ്ടു. അതിനുശേഷം ഞാൻ അതങ്ങനെ യൂസ് ചെയ്യലില്ല ഇപ്പോൾ. പിന്നെ നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ആവശ്യമുള്ളൂ കേട്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതാ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മുടെ മിക്സി അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള അപ്ലയൻസസും കൂടി ഒന്ന് തുടച്ച് വിട്ടേക്കുക. പിന്നെ ഞാൻ സമയം അനുസരിച്ച് കേട്ടോ, ഒട്ടും സമയമില്ലെങ്കിൽ കൗണ്ടർ ടോപ്പും സിങ്കും മാത്രം ക്ലീൻ ചെയ്യും. പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ചെയ്യും. ചിലപ്പം അപ്ലയൻസസ് ചെയ്യും, പിന്നെ വാൾ ടൈൽസ്, പിന്നെ നമ്മുടെ കബോർഡ്സില്ലേ, കബോർഡ്സിൻ്റെ ഡോറ്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ടോപ്പ്, സ്റ്റൗവ്, സിങ്ക് ഇതൊക്കെയാണ്. അത് കഴിഞ്ഞ് അടുത്തടുത്ത സംഭവങ്ങൾ ചെയ്യും. എല്ലാം സമയത്തിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നമ്മൾ പാത്രങ്ങൾ കഴുകുക, കൗണ്ടർ ടോപ്പ് ക്ലിയർ ആക്കി വെക്കുക, കൗണ്ടർ ടോപ്പ് നന്നായിട്ട് വൈപ്പ് ചെയ്തിടുക, പിന്നെ ഫ്ലോറിലും ഒന്നുമില്ല എന്നൊന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു 2 ദിവസത്തെ വിശേഷങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ ഈ വീക്കിൽ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തു. നെക്സ്റ്റ് വീക്കും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, എനിക്ക് ഉറപ്പില്ല. അപ്പം എന്തായാലും എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ 2 PM ആണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ എന്തായാലും പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ വീഡിയോയ്ക്ക് എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.